നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായം കൂടുന്തോറും മറവിയും കൂടുന്നൊരു സമയമാണ്. ചെറിയ രീതിയിലുള്ള മറവി പ്രശ്നങ്ങൾ മുതൽ അൽഷിമേഴ്സ് വരെ നമുക്കൊപ്പം സഞ്ചരിക്കാം. മറവി രോഗങ്ങൾ നിരവധിയാണ്. ഈ മറവി രോഗത്തെ എങ്ങനെ മറികടക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ റെജി തോമസ് ആണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, എല്ലാ മറവി പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലൊരു ആശങ്ക സൃഷ്ടിക്കാറുണ്ട്. പ്രായത്തിൻ്റെതാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അസുഖങ്ങളുടേതാണോ എന്നൊരു സംശയം മറന്നു തുടങ്ങുന്ന എല്ലാവരുടെ മനസ്സിലും വരാം. എല്ലാ മറവി പ്രശ്നങ്ങളും മറവി രോഗമാണോ? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? സാധാരണയായി നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഓർമ്മ കുറച്ച് കുറയുക എന്നുള്ളത് സാധാരണമായിട്ടുണ്ടാകാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് പലപ്പോഴും വളരെ ഒരു ലെവലിൽ കൂടുതൽ മറവി വരാൻ സാധ്യത, അതുകൊണ്ട് മാത്രം പ്രായം കൂടുന്നതുകൊണ്ട് മാത്രം അങ്ങനെ മറവി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ ഡിമെൻഷ്യ എന്ന അസുഖം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് മറവിയുടെ പ്രശ്നങ്ങൾ നമ്മൾ വരുന്നത്. അപ്പോൾ പ്രായമാകുന്ന എല്ലാവർക്കും ഡിമെൻഷ്യ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പൊ പ്രായമാകുന്നതുകൊണ്ട് മാത്രമായിട്ട് ഡിമെൻഷ്യ വരാറില്ല. നമ്മള് ഡിമെൻഷ്യയുടെ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തില് നമുക്ക് അതിനെ തരംതിരിക്കാം. ഒന്ന്, പ്രോഗ്രസ് ചെയ്യുന്ന ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ്, അല്ലെങ്കിൽ അതിന് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ഡിമെൻഷ്യകളും. രണ്ടാമത്, റിവേഴ്സിബിൾ, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുന്നതായിട്ടുള്ള ഡിമെൻഷ്യ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിമെൻഷ്യയെ നമുക്ക് തരംതിരിക്കാം. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ് മറവി രോഗം അല്ലെങ്കിൽ മേധാക്ഷയം എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പല കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞതുപോലെ അൾസീമേഴ്സ് ഡിസീസ് എന്നുള്ള ഡിമെൻഷ്യയാണ് ലോകത്തെ ഏറ്റവും സർവ്വസാധാരണമായിട്ടുള്ള ഡിമെൻഷ്യ. അതൊരു എല്ലാ ഡിമെൻഷ്യയും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 70% ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി രോഗം അൾസീമേഴ്സ് ഡിസീസ് മൂലമുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് എയർലി ഓൺസെറ്റ്, അതായത് 65 വയസ്സിന് മുൻപിൽ അൾസീമേഴ്സ് വരുന്ന സ്ഥിതിയുണ്ട്. 65 വയസ്സിന് ശേഷം വരുന്നതിന് നമ്മൾ ലേറ്റ് ഓൺസെറ്റ് അൾസീമേഴ്സ് ഡിസീസ് എന്ന് പറയും. ഇതേപോലെ നമുക്ക് ഡിമെൻഷ്യയുടെ തന്നെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസിൽ മറ്റ് പ്രധാനപ്പെട്ട ഡിമെൻഷ്യ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന അസുഖമാണ്. അൾസീമേഴ്സ് ഡിസീസിൽ പലപ്പോഴും ഈ വ്യക്തിക്ക് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ആ ഒരു അവബോധം, എനിക്ക് ഓർമ്മ കുറയുന്നു, ഇത് പതുക്കെ പതുക്കെ മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ നമ്മുടെ ഫ്രോണ്ടൽ ലോബ് എന്ന തലച്ചോറിന്റെ മുൻഭാഗത്തെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് കൊണ്ട് ആ അവബോധത്തിന്റെ ഒരു കുറവുണ്ടാകും. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തന്നെ അവർ റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. എന്നാൽ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന സാധ്യതയുള്ള ഡിമെൻഷ്യകളാണ്. ഉദാഹരണം പറഞ്ഞാൽ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ B12 കുറവ്, തയാമിന്റെ കുറവ്, ഇതൊക്കെ മൂലം വളരെ സാധാരണമായിട്ട് നമുക്ക് ഡിമെൻഷ്യ ഉണ്ടാകാം. പ്രത്യേകിച്ചും നമ്മൾ മദ്യം ഉപയോഗിക്കുന്നവരിൽ ഇത് വളരെ സാധാരണമായിട്ട് B1 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ തയാമിൻ ഡെഫിഷ്യൻസി കാണപ്പെടുന്നതാണ്. അതിനോടനുബന്ധിച്ചിട്ട് ഈ രോഗികൾ തലച്ചോറിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. നടക്കുമ്പോൾ വേച്ചുപോകൽ അനുഭവപ്പെടാം, കണ്ണിന്റെ ചലനങ്ങൾക്ക് വ്യത്യാസം വരാം, അതോടൊപ്പം മറവി രോഗവും വരാം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് നമുക്ക് മറവി രോഗം ഉണ്ടാകാം. ഉദാഹരണം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മറവി രോഗം ഉണ്ടാകാം. അതേപോലെ നമ്മുടെ ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സർ. ബാലകൃഷ്ണൻ പറഞ്ഞോളൂ. എനിക്ക് 70 വയസ്സുണ്ട്. അപ്പൊ കുറച്ചു കാലമായിട്ടൊരു മറവിയുടെ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് പേരുകൾ, ആളെ പേരുകൾ അല്ലെ സ്ഥലത്തിന്റെ പേരുകൾ, അതൊക്കെ വളരെ വിഷമാണ്, കിട്ടൂല, പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പൊതുപ്രവർത്തനമൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാത്തിനും വലിഞ്ഞിങ്ങനെ നിൽക്കുക, പെട്ടെന്ന് സംസാരിക്കാനുള്ള വിഷമങ്ങള്, വാക്കുകൾ കിട്ടൂല. ഓക്കെ, ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഓക്കെ പറഞ്ഞോളൂ. ഹലോ
Yeah. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും പലപ്പോഴും അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് പേരുകൾ കിട്ടുന്നതിന് ഒരു തടസ്സം ഉണ്ടാവുക. നമുക്ക് സംസാരിക്കുമ്പോൾ ചില ആളുകളുടെ പേരുകൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു. പക്ഷെ വേറെ കാര്യങ്ങൾക്ക് അകത്ത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് സാധാരണ ദൈനംദിന ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇത് പലപ്പോഴും ഉണ്ടാകുന്നത് ഒരു മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നതിന്റെ അനുബന്ധമായിട്ടാണ് പലപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വളരെ സാധാരണമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് ഒരു ഡിമെൻഷ്യയുടെ ഒരു പ്രത്യേക ഒരു ലക്ഷണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപൂർവമായിട്ട് ഡിമെൻഷ്യയിലും ഡിമെൻഷ്യയുടെ ആരംഭത്തിൽ ചിലപ്പോൾ ഇതേപോലുള്ള സിംറ്റംസ് ആയിട്ട് വരാം. പക്ഷെ പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ഇതേപോലെയുള്ള സിംറ്റംസ് നമുക്ക് പേടിക്കേണ്ട ഒരു പ്രശ്നം ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ പറഞ്ഞു വന്നത് ഈ ഒരു മറവി രോഗത്തിൻ്റെ പലതരത്തിലുള്ള കാരണങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും മറ്റുമാണ്. സാധാരണക്കാരനായ ഒരാൾക്ക് തൻ്റെ ഒരു പ്രായത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ സംസാരിച്ച പോലെ ഇങ്ങനെ മറന്നു തുടങ്ങുന്നു എന്നൊരു സംശയം വരുമ്പോൾ അത് സാധാരണ മറവി പ്രശ്നങ്ങളാണോ മറവി രോഗമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനെന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? മറവി രോഗത്തില് ഓർമ്മക്കുറവ് എന്നുള്ളത് ഒരു ലക്ഷണം മാത്രമാണ്. മറവി രോഗം എന്നാണ് പേരെങ്കിലും ബൗദ്ധികമായിട്ടുള്ള തലങ്ങളിൽ പല പല പ്രശ്നങ്ങൾ നമുക്കത് പരിശോധിക്കുന്ന ഡോക്ടർക്ക് ആ വ്യക്തിയിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മളുടെ ലാംഗ്വേജ്, ഭാഷ ഉപയോഗിക്കുന്നതിനകത്ത് നമുക്ക് കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ വാക്കുകൾ കിട്ടാതെ വരിക, വാക്കുകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകാതെ വരിക, നമുക്ക് എഴുതുന്നതിനുള്ള കഴിവിനകത്ത് തടസ്സം വരിക, അതേപോലെ ചെറിയ ഉപകരണങ്ങൾ പോലും ലളിതമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ അറിയാതെ വരിക. ഉദാഹരണത്തിന് ഒരു ടിവിയുടെ റിമോട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാതെ വരിക. അതേപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു സീക്വൻസ് പല ഘട്ടങ്ങളായിട്ട് ചെയ്യേണ്ട ചില ജോലികളാണ്. അപ്പൊ ഈ ജോലിയുടെ ഓരോ ഘട്ടത്തിലും നമുക്കിതിന് തടസ്സം വരിക. നമുക്ക് ഒരു ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ് ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു സംശയം, അല്ലെങ്കിൽ ഉപ്പോ മുളകോ നമ്മളൊരു കറിക്കകത്ത് ഇട്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സംശയം. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമുക്കറിയാം, സാധാരണ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേനും ഒരു കറി ഉണ്ടാക്കുമ്പോൾ എന്തുമാത്രം ഉപ്പോ മുളകോ ഒക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാമെങ്കിലും എന്നാൽ ഈ ഡിമെൻഷ്യയുള്ള ആളുകൾ അതിന്റെ അളവിനകത്ത് ചിലപ്പം വലിയ വ്യത്യാസം വരും. അപ്പം അമിതമായിട്ടുള്ള ഉപ്പ്, അമിതമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കറികള് ഇപ്പൊ നമുക്കത് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് അതിന്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. മറ്റൊരു ചെറിയ കാര്യം, നമ്മളൊരു വസ്ത്രം ധരിക്കുന്നതിന്റെ കാര്യത്തിൽ തന്നെ നമുക്കതൊരു ശരിക്കും ഒന്ന് ധരിക്കുന്നതിന് തന്നെ നമുക്ക് തടസ്സം വരാം. അപ്പൊ നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു സാധനം വെച്ചു അത് മറന്നുപോയി എന്നുള്ളത് വളരെ സാധാരണമാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ഡിമെൻഷ്യ എന്ന അസുഖമുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടില്ല. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്. നൂറിനാട് നിന്നും സ്വർണ്ണകുമാരി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ. ഹലോ സ്വർണ്ണകുമാരി പറഞ്ഞോളൂ. സാറേ, എനിക്കിപ്പോ 68 വയസ്സുണ്ട്. പിന്നെ ഹലോ കേൾക്കുന്നുണ്ട്. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചോളൂ. പിന്നെ 68 വയസ്സുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അങ്ങ് മറവിയാണ്, ടെൻഷനാണ്. ആശുപത്രിയിലും പറഞ്ഞത് ഹൈപ്പർ ടെൻഷൻ, അതിന്റെ ഗുളികയും ഞാൻ കഴിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നരമ്പിന്റെ പ്രശ്നവും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയുമോ? ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. സ്വർണ്ണകുമാരിയുടെ ചോദ്യം നമ്മള് ഡിമെൻഷ്യയുടെ കാരണങ്ങളിലേക്ക് നമുക്ക് ഒരു അവബോധം തരുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ട് ഡിമെൻഷ്യ നമുക്കുണ്ടാകുന്നു, അത് നമുക്കറിയാം. നമ്മുടെ വാസ്കുലാർ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്നതിന് കാരണമായിട്ടുള്ള വസ്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മയെയും ബാധിക്കാം. അതിന്റെ ഉദാഹരണമാണ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം, ഡയബറ്റിസ് ഉണ്ടായിരിക്കുക, അതുപോലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, സ്മോക്കിങ്, പുകവലിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, മദ്യപാനം, ഇതെല്ലാം നമുക്ക് ഡിമെൻഷ്യ എന്നുള്ള അസുഖത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. ഇതേപോലെ തന്നെ നമുക്ക് അപൂർവമായിട്ട് ഏകദേശം 1% അൾസീമേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖം
നമ്മളുടെ ഒരു ജനതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാം. പക്ഷെ അത് അപൂർവമായിട്ടുള്ള ഒരു കാരണമാണ്. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമ്മൾ ലാക്ക് ഓഫ് എക്സസൈസ്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യാതിരിക്കുക, അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മൾ ചില അണുബാധകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ട് വരാം. ഇപ്പം സ്വർണ്ണകുമാരി ചോദിച്ച ചോദ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം മറന്നു എന്നുള്ളതിനെ വിചാരിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഡിമെൻഷ്യ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. പലതവണ ഓരോ കാര്യങ്ങൾ മറന്നാലും അത് സ്വർണ്ണകുമാരി പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ന്യൂറോളജിസ്റ്റിനെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി കാണുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ അങ്ങനെ കാണുന്ന അവസ്ഥയിൽ ആ ഡോക്ടർ നമ്മളോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് ചില ബാറ്ററി ഓഫ് ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഡിമെൻഷ്യ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പൊ ഈ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക. അത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനെയർ ആയിട്ടായിരിക്കും. നമ്മൾ പല കാര്യങ്ങളും ചോദിക്കും, ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഉദാഹരണത്തിന് ഒരു ക്ലോക്ക് വരയ്ക്കാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ ഒരു 10 വസ്തുക്കളുടെ പേരുകൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറയുക. അതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഡോക്ടർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. അതിനുശേഷം നമ്മൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഉദാഹരണത്തിന് തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ, വൈറ്റമിൻസിന്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ രക്തം പരിശോധിക്കുക. അതിനോടൊപ്പം തന്നെ ആവശ്യമുണ്ടെങ്കിൽ തലയുടെ സ്കാൻ ചെയ്യുക. ഇത് ഒരു ഡോക്ടർ പരിശോധിച്ച് കഴിയുമ്പോൾ ആ ഡോക്ടർക്ക് ഏകദേശം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും ഒരു സ്കാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് ഡോക്ടർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച പ്രേക്ഷക പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ടെൻഷൻ മറവിക്ക് കൂടുതൽ ആക്കം കൂട്ടാറുണ്ടോ? ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇനി മറവി രോഗമാണോ, ഞാൻ മറന്നു പോവുകയാണോ? മാനസിക സംഘർഷങ്ങൾ മറവി രോഗത്തിന്റെ ആക്കം കൂട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾക്ക് ആദ്യം ഈ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം മറക്കുന്നത്. നമ്മൾ ഈ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നതിനുള്ള വിഷമായിട്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പക്ഷേ ആ ഒരു സ്ട്രെസ് മാത്രം കൊണ്ട് ഒരു ഡിമെൻഷ്യയിലേക്ക് നയിക്കുന്നത് വളരെ അപൂർവമാണ്. അതൊരു റിസ്ക് ഫാക്ടർ എന്നതിൽ കൂടുതലായിട്ട് അത് ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ചിലർക്ക് ഉണ്ടാകാവുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദരോഗം പലപ്പോഴും നമുക്കൊരു ഡിമെൻഷ്യ പോലെ അനുഭവപ്പെടാം. കാരണം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിനകത്ത് വ്യത്യാസങ്ങൾ കാണാം. ഒരുപക്ഷെ നമ്മളുമായിട്ട് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ലെന്നിരിക്കാം. അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും ചെയ്യുന്നതിൽ ഒരു ഉദാസീനത നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്നിരിക്കാം. പല പഠനങ്ങളും കാണിക്കുന്നത് ഈ ഡിപ്രഷൻ ഒരു ഡിമെൻഷ്യയിലേക്ക് നമ്മളെ നയിക്കാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഡിപ്രഷനെ ചികിത്സിക്കേണ്ടത് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ ഒരു സ്ട്രെസ് കൊണ്ട് മാത്രം സാധാരണ രീതിയിൽ ഒരു ഡിമെൻഷ്യയിലേക്ക് പോവാറില്ല. സ്ട്രെസ് അതിനെ ആക്കം കൂട്ടാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഡോക്ടർ, ഇപ്പൊ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. കൊല്ലത്ത് നിന്നും ദീപു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ചിട്ട് ഡോക്ടറോട് ചോദിക്കൂ. സാർ, ഞാൻ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് സ്ഥിരമായിട്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രെസ്സുള്ള വർക്കാണ്. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴേ, ഇപ്പൊ ഒരു കണക്ക് എഴുതുമ്പോൾ 55 ഞാൻ എഴുതണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 56, മനസ്സിൽ 55 എന്നായിരിക്കും, 56 ചിലപ്പോൾ എഴുതുന്നത്. അതുപോലെ തന്നെ 45 എഴുതുമ്പോൾ അതിന് 5 എഴുതും, പിന്നെ 4 എഴുതും. അങ്ങനെ ഒരു വിഷയം കുറച്ച് നാളുകൊണ്ടേ ഉണ്ട് എനിക്കിപ്പോൾ. അപ്പം അത് പിന്നെ എല്ലാവർക്കും മറവിയുണ്ട്, നല്ല രീതിയിൽ മറവിയുണ്ട്. വെക്കുന്ന സ്ഥാനങ്ങൾ പെട്ടെന്നൊന്നും ഓർമ്മ വരില്ല, സ്ഥിരമായിട്ടുണ്ട് മറവി. പിന്നെ വീട്ടില് അച്ചമ്മയ്ക്ക് അങ്ങനെ അവസാന കാലങ്ങളിൽ ഒരു 80 വയസ്സ് കഴിയുമ്പോഴത്തേന് ഫുള്ളും പഴയ കാര്യങ്ങളൊക്കെ മറന്നു വരുന്നു. എത്ര വയസ്സുണ്ട്? ഓർമ്മയില്ല. എനിക്കിപ്പോ 44 വയസ്സായി. 44 വയസ്സ്. സാധാരണമായിട്ട് ഈ മറവി രോഗം എന്ന അസുഖം വരുന്നത് ഒരു 55-60 വയസ്സിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ 45 വയസ്സിലുണ്ടാകുന്ന ഈ സിംറ്റംസ് ഒരു മറവി രോഗത്തിന്റെ ലക്ഷണമാകാൻ സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും നമ്മളുടെ പ്രശ്നം
നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊരു അക്ഷരം എഴുതുന്നു, ഒരു അക്കം എഴുതുന്നു, 165 എന്ന് എഴുതുമ്പോൾ അതിന് പകരം 163 എന്നുള്ള രീതിയിൽ വരുന്നത്, അത് പ്രധാനമായിട്ടും നമുക്ക് അറ്റൻഷണൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയുടെ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷന്റെ കുറവായിട്ടുള്ളതാണ്. ഈ കോൺസെൻട്രേഷന്റെ കുറവ് നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മളുടെ ടെൻഷന്റെ ലെവല്, നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ്സിന്റെ ലെവല്, അല്ലെങ്കിൽ അതേപോലെ നമ്മൾ മറ്റു കാര്യങ്ങൾക്കകത്ത് ഇൻവോൾവ് ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും. നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമുക്ക് എഴുതുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള തെറ്റുകൾ വരുത്താൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഡിമെൻഷ്യ ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മളൊന്ന് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു യോഗ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ തിരക്കുള്ള നമ്മൾ ചെയ്യേണ്ട ജോലികളുടെ എണ്ണത്തിനകത്ത് കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കുക. ടെൻഷൻ എങ്ങനെയൊക്കെ കുറയ്ക്കാവോ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തതയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോ മെയിനായിട്ടെന്ന് പറയുമ്പോൾ എന്റെ ഇടത് ചെവി എന്ന് പറയുമ്പോൾ ഈ സൈനസിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈ പേപ്പർ ഇട്ട് കിടക്കുമായിരുന്നു ചെവിയിലിട്ട്. അപ്പൊ അത് അങ്ങനെ കറങ്ങിയപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് അത് ഡയഫ്രം പൊട്ടി. അപ്പൊ കുളിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈഡായിട്ടൊരു വേദന ഇതിനെ സംബന്ധിച്ചുള്ള കാരണം എനിക്ക് ഓർമ്മക്കുറവ് വരുന്ന സാധ്യതയുണ്ട്. ഇതും ഈ ചെവിയിലുണ്ടായ ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമുക്ക് ശക്തമായ തലവേദന ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ തലച്ചോറിനെ ബാധിക്കുന്ന ചില ഇൻഫെക്ഷൻസ് കൊണ്ട് നമുക്ക് ഓർമ്മക്കുറവ് വരാം. ഉദാഹരണത്തിന് ഈ ചെവിക്കകത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ തലച്ചോറിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നാൽ അതിനൊരു ബ്രെയിൻ ആപ്സസ് എന്നുള്ള രീതിയിൽ വരാം, അല്ലെങ്കിൽ ഒരു എംപൈമ എന്നുള്ള രീതിയിൽ. ആപ്സസ് എന്ന് പറഞ്ഞ ഒരു പഴുപ്പ് തലച്ചോറിന്റെ പുറം ഭാഗത്തായിട്ട് കെട്ടി കിടക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവ് വരാം. പക്ഷേ സാധാരണ ഒരു ചെറിയ ചെവിക്കകത്തുണ്ടാകുന്ന ഒരു അണുബാധ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് സാധാരണ വരാറില്ല. ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ ചില അണുബാധകൾ നമുക്ക്, പ്രത്യേകിച്ചും തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധകൾ പലപ്പോഴും ഡിമെൻഷ്യയ്ക്ക് കാരണമാകാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ HIV ഇൻഫെക്ഷൻ നമുക്ക് ഇങ്ങനെ ഡിമെൻഷ്യയ്ക്ക് കാരണമായിട്ടുള്ള രീതിയിൽ വരാം. അതേപോലെ TB തലച്ചോറിനെ ബാധിക്കുന്നത് അതിൻ്റെ വരാം. നമുക്കറിയാവുന്ന പോലെ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന പല്ലിനെയും മോണയെയും ബാധിക്കുന്ന പെരിയോഡോണ്ടൈറ്റിസ്, അത് ഡിമെൻഷ്യയിലേക്ക് നമുക്ക് ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മളെ അത് വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കാൻഡിഡൽ ഇൻഫെക്ഷൻ എന്ന് പറയും, വായിക്കകത്ത് പൂപ്പ് പോലെ വരുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ ചെവിയെ ബാധിക്കുന്ന അണുബാധ നമുക്ക് നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ അത് അതിനൊരു കാരണമാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ മറവി രോഗത്തെ മറികടക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഇതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാമോ? ഇതിന്റെ ആദ്യമായിട്ട് മറവി രോഗത്തിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളത്, നമ്മൾ പറഞ്ഞ ആദ്യത്തെ തരത്തിലുള്ള മറവി രോഗം അല്ലെങ്കിൽ ജനറ്റിക് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ആയിട്ടുള്ള മറവി രോഗത്തിനെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാലും ഒരു പരിധി വരെ നമുക്കതിനെ മറികടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. എന്തൊക്കെ ചെയ്യണം? നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഉദാഹരണത്തിന് നമുക്ക് പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൃത്യമായിട്ട് അത് നോക്കി അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക, ഷുഗറിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, കൊളസ്ട്രോളിന് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യത്തിന് എടുക്കുക, പുകവലി ഉപേക്ഷിക്കുക, മദ്യപാനം ഉപേക്ഷിക്കുക. പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് വ്യായാമം, നല്ല വ്യായാമം വളരെയധികം ഡിമെൻഷ്യയെ കുറയ്ക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്. യോഗ പോലെയുള്ള, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ നടക്കുക, ബ്രിസ്ക് വാക്കിംഗ്, അത് തന്നെ ഒരു നല്ല വ്യായാമം. ഇതെല്ലാം നമ്മൾ ഡിമെൻഷ്യയെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ കണക്ടിവിറ്റിയാണ്. നമ്മൾ ഈ കാലത്ത് നമുക്കറിയാം, കുട്ടികളും വലിയവരും എല്ലാവരും മൊബൈലിനോട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ആവശ്യവുമാണ്. എങ്കിലും നമുക്ക് സാമൂഹികമായി നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷൻസ്, നമ്മളൊരു വ്യക്തിയോട് നേരിട്ടുള്ള ഇന്ററാക്ഷൻസ്, നമ്മൾ അവരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങള്, ഈ നെറ്റ്വർക്ക്സും കണക്ഷൻസും
തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സൗഹൃദം നമ്മൾ കീപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മറവി രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മളൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വായന, ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും കുറയ്ക്കുന്നതായിട്ട് കാണാം. എന്നാൽ നമ്മൾ അതിൽ കാര്യമായിട്ട് ഇൻവോൾവ് ആണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി, നമുക്ക് ഇഷ്ടമുള്ള ഒരു പുതിയൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക്, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു വർക്ക് ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു പദപ്രശ്നങ്ങൾ നമ്മൾ പൂരിപ്പിക്കുന്നത് നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ബൗദ്ധികമായ തലത്തിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും ഡിമെൻഷ്യയെ തടയാൻ വേണ്ടി സഹായിക്കും. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം. നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഈ വെസ്റ്റേൺ ഫുഡ്, നമുക്കറിയാം, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സ്, അതെല്ലാം ഡിമെൻഷ്യ എന്ന പ്രോസസ്സിനെ അത് കൂട്ടാൻ വേണ്ടി, പ്രത്യേകിച്ചും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല വസ്തുക്കളും നമ്മളുടെ ബ്രെയിനിന്റെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണും. അപ്പോൾ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതേപോലെയുള്ള ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്രാക്ടീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിമെൻഷ്യയെ തടയുന്നതിന് വളരെയധികം സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഉറക്കമാണ്. നമ്മുടെ ഉറക്കം മിനിമം ഒരു പീരിയഡ്, നമുക്കറിയാം കുട്ടികൾക്ക് ഒരു 8-9 മണിക്കൂറെങ്കിലും മിനിമം ആയിട്ട് ഒരു ഉറക്കത്തിന്റെ ആവശ്യമുണ്ട്. അഡൽട്സ് ആയിട്ടുള്ളവർക്ക് ഒരു 6 to 8 hours എങ്കിലും ഉറക്കം ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഈ ഉറക്കത്തിന്റെ സമയത്താണ് പലപ്പോഴും നമ്മുടെ മെമ്മറിയുടെ, നമ്മുടെ ഓർമ്മയെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അതൊരു ഒരു ഫയൽ പോലെ നമ്മുടെ തലച്ചോറിന് നമുക്കൊരു വലിയൊരു ഓഫീസായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലെ ഫയലുകളെല്ലാം വൃത്തിയായിട്ട് അടുക്കി അതിന്റെ സ്ഥാനങ്ങളിലേക്ക് വെക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ ഈ കൺസോൾട്ടേഷൻ ശരിക്കും നടന്നില്ലെങ്കിൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു സമയക്കുറവ് നമ്മളെ പലതരത്തിലും ബാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു, ഉറങ്ങാനുള്ള സമയവും ഇന്ന് പലർക്കും കുറവാണ്. എന്തായാലും മറവി രോഗവുമായി സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ നമ്മോട് സംബന്ധിച്ചത്. മറവി രോഗത്തെ എങ്ങനെ മറികടക്കാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ റെജി തോമസ് ആണ്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എവർക്കും നമസ്കാരം.